ഊമക്കുയിൽ. രചന ആതിര ഹരി. അവതരണം സാലിം കരുളായി. ചാരിയിട്ടിരുന്ന ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ സിദ്ധു ഹെഡ് ബോർഡിൽ തലചായ്ച്ച് കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവളുടെ സാമീപ്യം അടുത്തറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മനോഹരമായി അവനത് മറച്ചു. അവൾ അവൻ്റെ കയ്യിൽ തട്ടി വിളിച്ചു. അവൻ അനങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ കുലുക്കി വിളിച്ചു. എന്താ? അവൻ കൈമാറി ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ പേടിച്ച് എഴുന്നേറ്റ് നിന്നു. എന്താ? നിനക്ക് നിന്റെ മക്കളെ കിട്ടിയില്ലേ? ഇനി എന്താ? കപട ദേഷ്യത്തോടെ പറയുമ്പോൾ അവൾ രണ്ട് ചെവിയിലും പിടിച്ച് അവനോട് വിതുമ്പിക്കൊണ്ട് ക്ഷമ പറഞ്ഞു. ക്ഷമിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ ഒന്ന് തീരുമാനിക്കട്ടെ. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് താടി തടവി. അവൾ മിഴികൾ താഴ്ത്തി. ഇങ്ങോട്ട് നോക്കടി. അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ വിതുമ്പുന്ന ചുണ്ടുകൾ കണ്ടവനിൽ പ്രണയം വഴിമാറി അവിടെ വികാരം നാം വിട്ടു. നിനക്കുള്ള പണിഷ്മെന്റ് തരട്ടെ? ഇവിടെ നോക്കടി. താഴ്ന്ന തല അവൾ പിന്നെയും ഉയർത്തി. ഇവിടെ ഒരു ഉമ്മതാ. ചുണ്ടിൽ തൊട്ട് അവൻ പറയുമ്പോൾ അവൾ കണ്ണു പിടിച്ച് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ട് അവന് ചിരി വന്നു. എന്തേ തരുന്നില്ലേ? അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. ഇരു കൈകൾ കൊണ്ടും അവളുടെ മുഖം കയ്യിലെടുത്തു. പേടിച്ചു പോയോ? കണ്ണിൽ നോക്കി പ്രണയത്തോടെ ചോദിക്കുന്നവനെ അവൾ മതി പറഞ്ഞ് നോക്കി നിന്നു. ഒരു കൈ പിൻകഴുത്തിലൂടെ ചേർത്ത് അവളുടെ മുഖം ഒന്നുകൂടെ തന്നെ മുഖത്തോടടുപ്പിച്ചു. ചുണ്ടുകൾ പെടുത്തി അവളുടെ ചുണ്ടുകളിലേക്ക് മുഖം അടുപ്പിക്കുമ്പോൾ അവൾ മിഴികൾ കൂമ്പിയടച്ചു. അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് പതിയെ നുണഞ്ഞു. ചുംബന ചൂടിൽ ഇരുവിടെ ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങി. അവളുടെ കൈകളും അവൻ്റെ പുറത്തോടെ ചുറ്റിപ്പിടിക്കുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൾ ഒന്നുകൂടെ അവൻ ചേർത്ത് പിടിച്ചു. പൂവിനെ തലോടുന്ന പോലെ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു. ഒരിക്കലും നിന്നോട് എനിക്ക് പിണങ്ങാൻ കഴിയില്ല ഓമക്കുയിലേ. സ്വന്തമല്ലെന്ന് അറിഞ്ഞിട്ട് മക്കളെ കൈവിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ നിന്റെ സങ്കടം ഞാൻ കണ്ടതാ, മൗനമായി പറഞ്ഞവൻ. ഡാ കാർത്തി, ഞാൻ സിദ്ധുവിനോട് ഒരുപാട് മോശമായി സംസാരിച്ചു അല്ലേടാ? ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ നോക്കി നീരവ് ചോദിച്ചു. ഛേ, ആദ്യം നീ വിടടാ. നമ്മുടെ സിദ്ധു അല്ലേ, അവനെല്ലാം അപ്പം തന്നെ വീട്ടിൽ കാണും. അവന് നേരത്തെ എല്ലാം വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നല്ലേ കാർത്തി? നീ വാ, നമുക്ക് സിദ്ധുവിനോട് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകാം. അവനില്ലായിരിക്കും. അതും പറഞ്ഞവർ സിദ്ധുവിൻ്റെ റൂമിലേക്ക് പോയി. ശ്വാസം വിലങ്ങിയപ്പോൾ വിട്ടുമാറാതെ തന്നെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നവനെ അവൾ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ രണ്ട് കൈകൊണ്ടും അവൾ അടിച്ചുകൊണ്ടിരുന്നു. അവൻ അവളിൽ നിന്ന് അകലുമ്പോൾ ശ്വാസം എടുക്കാൻ പാടുപെടുന്നവളെ കണ്ട് അവന് വല്ലാതായി. ശ്വാസം മാഞ്ഞു വലിച്ചവൾ അവനെ കൂർപ്പിച്ച് നോക്കി. സോറി, കുറച്ച് ദിവസമായില്ല അത്താഴം മുടങ്ങിയിട്ട്, അതാ സിദ്ധു നിഷ്കുവായി പറഞ്ഞു. അകത്തേക്ക് കയറാൻ തുടങ്ങിയ നീരവും കാർത്തിയും വായും പൊളിച്ച് തിരിച്ചിറങ്ങി. പരസ്പരം നോക്കി അവർ ചിരിച്ചു. കണ്ടോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തുമ്പിക്ക് വേണ്ടി ബാധിച്ച ഞാൻ ആരായി? എന്തായാലും അവര് ഹാപ്പിയാണല്ലോ, അത് മതി. എടാ, സിദ്ധുവിന് അവൻ്റെ ഊമക്കുയിലെന്ന് വെച്ച ജീവനാടാ. അതുകൊണ്ടല്ലേ അവൻ വിദേശത്ത് പോലും പല ഡോക്ടേഴ്സുമായിട്ട് അവൾക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചതൊക്കെ. അത് കേട്ടത് നീരവ് ഞെട്ടി. അവനതൊരു പുതിയ അറിവായിരുന്നു. ജന്മനാ സംസാരിക്കാത്തത് കൊണ്ട് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലടാ. പിന്നെ നിങ്ങൾക്കൊക്കെ വിഷമാകുമെന്ന് ഓർത്താ അവനൊന്നും പറയാത്തത്. അവൾക്ക് അഡ്മിഷൻ എടുത്തു. ഡിഗ്രി വീട്ടിലിരുന്നാണെങ്കിലും പഠിച്ചെഴുതാം. ഇനി നീ കണ്ടു നിറക്കണ്ട. വാ, നമുക്ക് ഇറങ്ങാം. ഇന്നിനി അവനെ നോക്കണ്ട. സിദ്ധു, ആ വാ നീരവേ. കുഞ്ഞുങ്ങളെ ബെഡിൽ കിടത്തി അവരെ കളിപ്പിച്ച് കിടന്നതാണ് സിദ്ധു. നീരവനെ കണ്ടത് സിദ്ധു എഴുന്നേറ്റു. സോറി സിദ്ധു, ഞാൻ അപ്പോൾ തുമ്പി കരയുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ലടാ. സിദ്ധുവിനെ കെട്ടിപ്പിടിച്ച് നീരവ് കരയുന്നത് കണ്ട് സിദ്ധുവിന് ചിരി വന്നു. ഡാ പോട്ടാ, അതിന് നീ എന്തിനൊക്കെ അറിയുന്നത്? നിന്റെ സ്ഥാനത്ത് പെങ്ങളെ സ്നേഹിക്കുന്ന വേറെ ആങ്ങളമാരായാലും ഇതേ പറയൂ. പിന്നെ ഞാൻ നിന്റെ അളിയെ മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണേ. ഏട്ടാ, സിദ്ധു നീരവിനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാത്തുവിൻ്റെ വിളി കേട്ട് വാതിക്കലേക്ക് നോക്കി. കാത്തുവും തീർത്തയും അകത്തേക്ക് കയറാൻ മടിച്ചു നിന്നു. ആ വാ, ഏട്ടൻ്റെ കുട്ടികളെന്താ അവിടെ നിന്നത്? രണ്ടുപേരും മോടി വന്ന് സിദ്ധുവിൻ്റെ ഇരു കൈകളിലും മുതങ്ങി. സോറി ഏട്ടാ, കരഞ്ഞുകൊണ്ട് പറയുന്നവളെ അവൻ ആശ്വസിപ്പിച്ചു. നിളചെക്കിൽ വെള്ളവുമായി റൂമിലേക്ക് കയറുമ്പോഴാണ് രണ്ടും ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടത്. മതി മതി, ഇനി പോയിക്കോ മൂന്നും, എൻ്റെ കൊച്ചു വന്നു. സിദ്ധു നിളയെ നോക്കി കണ്ണിറുക്കി പറഞ്ഞു. എങ്കിലേ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോകാം, വാടി. തീർത്തയും ഒരാളെടുത്ത് കാത്തും ഒരാളെടുത്തു. ടേബിളിൽ നിന്ന് ഫീഡിങ് ബോട്ടിലും എടുത്ത് കാത്തും നിലയുടെ അടുത്തേക്ക് വന്നു. എന്തേ ഞങ്ങൾ കൊണ്ടുപോകേണ്ടേ? നിങ്ങളൊന്നും മിണ്ടിയില്ല. ഏടത്തെ ഏട്ടനെ സ്നേഹിച്ച് കൊന്നു കേട്ടോ. തീർത്ത പറയുമ്പോൾ നിലയുടെ മുഖം ചുവന്ന് കയറി. സിദ്ധത് കണ്ട് അവളെ തന്നെ നോക്കി. നീരവ് സിദ്ധുവിൻ്റെ തോളിൽ തട്ടി നിലയുടെ കവളിൽ തട്ടി പുറത്തേക്ക് ഇറങ്ങി. കാത്തുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അവൻ വാങ്ങി. സിദ്ധു നിലയുടെ അടുത്തേക്ക് വന്നു. മുണ്ടും നേരിയതും മുടുത്ത് കുളി കഴിഞ്ഞ് മുടി വെടുത്തിട്ടിരിക്കുന്നു. നെറുകയിൽ സിന്ദൂരവും നെറ്റിയിലൊരു ചെറിയ പൊട്ടും. ഇത്രയും ദിവസം ഒരു തെളിച്ചവുമില്ലാതിരുന്ന മുഖം നാണത്താൽ പൂത്തുലഞ്ഞിരിക്കുന്നു. സിദ്ധു മനസ്സിലോർത്തു. ആഹാ, ഇതാരാ?
കാർത്തി മടിയിലിരുന്ന ലാപ്പ് എടുത്ത് വെച്ചുകൊണ്ട് തീർത്തയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. നീരവും കാർത്തവും കുഞ്ഞിനെ നടുക്ക് കിടത്തി കളിപ്പിച്ചു. എടി കാത്തു, നമുക്ക് വേണ്ടേ? എന്ത്? അറിയാത്ത ഭാവത്തിൽ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചവൾ ചോദിച്ചു. ഇതുപോലൊരാള് വേണോ? നീരവിന്റെ മറുപടി കേട്ട് കാത്തൊന്ന് ചിരിച്ചു. സിദ്ധു ഡോർ ലോക്ക് ചെയ്ത് നിലയെ പിന്നിലൂടെ ചേർത്ത് പിടിച്ച് താടെ അവളുടെ തോളിൽ കുത്തി. നമുക്കൊന്ന് സ്നേഹിച്ചാലോ? അവളുടെ ശരീരത്തിലുണ്ടായ വിറയിൽ അവൻ അറിഞ്ഞു. എന്തേ? വേണ്ടേ? ആരൊന്നല്ലല്ലോ, പിന്നെന്തേ? അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ചുവന്ന് തുറത്ത് അവളുടെ കവളിൽ ചൂണ്ടു ചേർത്തു. അവളെ പൊക്കിയെടുത്ത് ടേബിളിലേക്ക് ഇരുത്തി നെറുകയിൽ നിന്നും തുടങ്ങിയ ചുംബനം കഴുത്തിലെത്തി നിന്നു. അവളുടെ നെരിയത്തിൽ പിടിമുറുക്കുമ്പോഴും അവളെ കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു. തന്നിൽ നിന്നും മടന്നു വീഴുന്ന വസ്ത്രങ്ങൾ കാണുകയും അവൾ തലതാഴ്ത്തി. തൻ്റെ ടീഷർട്ട് ഊരി മാറ്റി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ മാറിലെ മറുകിൽ ചുംബിച്ചവൻ നുണഞ്ഞു. ഇരു ശരീരത്തിലും വികാരം ചൂടുപിടിച്ചു. അവൻ അവളെ എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തി അവളുടെ മുകളിൽ കൈകുത്തി ഉയർന്നു നിന്നു. പതിയെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു. ചുവന്നു തുടുത്തിരിക്കുന്ന ആ കവിളുകളും വിറക്കുന്ന ചഞ്ചുണ്ടുകളിലും അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. മാറിലമർന്ന അവൻ്റെ കൈകളുടെ സ്ഥാനം മാറി. ശരീരമാകെ ദിശ മാറി സഞ്ചരിക്കുമ്പോഴും അവളൊന്ന് പുളഞ്ഞു. മാറിനെ നുണഞ്ഞവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. കുളിർമഴ ഭൂമിയെ നനക്കും പോലെ എത്ര പെയ്തിട്ടും മതിയാവാത്ത മഴയായി അവൻ അവളിലേക്ക് പെയ്തിറങ്ങി. രാവിലെ സിദ്ധു ഉണരുമ്പോൾ തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ ഒരു പുഞ്ചിരിയോടെ അവൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. പൂമകുയിലെ, എഴുന്നേൽക്കുന്നില്ലേ? കണ്ണുകൾ ചിമ്മി തുറന്നവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എഴുന്നേൽക്കുന്നില്ലേ? അവൾ കൈകൾ കൊണ്ട് പറയുമ്പോൾ അവന് ചിരി വന്നു. അമ്പടി കള്ളി, ആദ്യമൊക്കെ വലിയ തടസ്സം പറഞ്ഞ ചിലരൊക്കെ പിന്നെ നന്നായി ആസ്വദിച്ചേ. അവൻ പറയുമ്പോൾ നാണത്തോടെ മുഖം അവൻ്റെ നെഞ്ചിൽ അവൾ പൂഴ്ത്തി. അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ സന്തോഷത്തിൻ്റെ നാളുകൾ പിന്നെയും പിന്നെയും കടന്നുപോയി. സിധു മോനെ. രാവിലെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അവളിൽ മുഖം തുടച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കിച്ചണിൽ നിന്ന് ദേവിയമ്മയുടെ കരച്ചിൽ കേട്ടത്. എല്ലാവരും നേരെ അങ്ങോട്ടേക്ക് ഓടി. എന്താ എന്താ പറ്റി? നിലത്ത് കിടക്കുന്ന നിലയെ ദേവിയമ്മയും ജാനമ്മയും തട്ടി വിളിക്കുന്നുണ്ട്. എന്താമേ? സിധു മോനെ, മോൾ പെടുന്ന് തല കറങ്ങി വീണു, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലടാ. നീരവേ വണ്ടി എടുക്കടാ. സിദ്ധു നിലയെടുത്തൊരു അലർച്ചയായിരുന്നു. ഐസിയുവിന് മുന്നിൽ എല്ലാവരും അക്ഷമരായി കാത്തുനിന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന ലച്ചുവിനെ കണ്ട് സിദ്ധു ഓടി അവൾക്ക് അടുത്തേക്ക് ചെന്നു. എൻ്റെ പൊന്ന് സിദ്ധു, നീ ഓടി വന്ന എൻ്റെ വയറി താട്ടല്ലേ? വേർത്ത് നിൽക്കുന്ന വയർ പൊതിഞ്ഞു പിടിച്ചവൾ പറഞ്ഞു. അവൾക്ക് എന്താടി? ഓരോന്ന് കോപ്പിച്ച് വെച്ചിട്ട് എന്താടിന്നോ? എന്താ ഡാ, അവൾ പ്രഗ്നൻ്റ് ആടാ. സത്യാനോടി? സിദ്ധു സന്തോഷത്തോടെ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. അതേടാ, കയറി കണ്ടോ, ട്രിപ്പ് തീരുമ്പോൾ പോകാം. കാർത്തിക നീരവ് സിദ്ധുവിനെ മുറുകെ പുണർന്നു. അവൻ്റെ വെള്ളാരം കണ്ണുകൾ നിറഞ്ഞു. പോയി വേഷം വേണ്ട, നല്ല കോലായിക്കുന്നു. നീരവ് കളിയോടെ പറഞ്ഞു. ഷോർട്സ് സ്ലീവ്ലെസ് ബനിയനുമാണ് അവൻ്റെ വേഷം. എടാ, അത് പെട്ടെന്ന് അവളെയും കൊണ്ട് ഡാ ഞാൻ കാണട്ടെ. ചെല്ലി. സിദ്ധു വേഗം ഡോറ് തുറന്നകത്തേക്ക് കയറി. ഉദരത്തിൽ കൈ ചേർത്ത് നിറപുഞ്ചിരിയോടെ കിടക്കുന്നവൾ അവൻ അവളുടെ അരികിൽ വന്നിരുന്നു. അവൾ അവൻ്റെ കൈ പിടിച്ച് വയലിലേക്ക് ചേർത്തു. എടി, സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്നു തോന്നുവാടി, സത്യം. അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്തവൻ പറയുമ്പോൾ ഇരുവരുടെയും മിഴികൾ നിറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട്, പേടിയുണ്ട് പെണ്ണെ, അന്ന് നീ അനുഭവിച്ച വേദന. അവളുടെ നെറുകയിൽ തലോടി അവൻ പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് നിള കൈകൾ കൊണ്ട് പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ച് ആ കയ്യിലൊന്ന് മുത്തി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. കഴിഞ്ഞില്ല ഉമ്മക്കുയിലേ? കൈകൾ കൊണ്ടവൾ ചൂണ്ടിയെടുത്തേക്ക് സിദ്ധു നോക്കി. സിദ്ധു തലയിൽ കൈവച്ച് പോയി. നാലും കൂടെ തനിയെ ഒരുങ്ങുവാ. പൊട്ടും ചാതും എല്ലാം വാരി മുഖത്ത് ചേച്ചി പിടിപ്പിച്ചിരിക്കുന്നു. 3 വയസ്സുകാരികളായ നികേതാന്ന് നിക്കുവും നിദാനാന്ന് നിലാവും, പിന്നെ 1.5 വയസ്സുള്ള 2 ചെക്കന്മാരും നികേതും നിവേദും. എൻ്റെ നിലാവേ, എന്തായാലും 4 കൂടെ നമുക്ക് പോകേണ്ടേ അപ്പച്ചിയും കുഞ്ഞുമാവയും കാണാൻ? പോണം. ഞാൻ 20 നാനും. ഇങ്ങനെ പോയാൽ മതിയോ? വാ 4 ഇവിടെ. സിദ്ധു നിലയും ചെയ്ത് 4നെയും പിന്നെ റെഡിയാക്കി താഴേക്ക് ഇറങ്ങി. കാർത്തിയെ തീയത്തെയും കാർത്തിയുടെ വീട്ടിലേക്കും മാറിയിരുന്നു. അവർക്ക് കുഞ്ഞുണ്ടായി, ഒരു പെൺകുഞ്ഞ്. കാർത്തിയുടെ അമ്മ അങ്ങോട്ടേക്ക് അവരെ കൊണ്ടുപോയി. എല്ലാവരും അവരെ കാണാൻ പോവുകയാണ്. നിള വീട്ടിലിരുന്ന് പഠിച്ച് BA പാസ്സായി. സിദ്ധുവിൻ്റെ ആഗ്രഹം പോലെ ഒരു ഡിഗ്രി. നീരവേ, ഇറങ്ങാം. സിദ്ധു താഴെ ചെന്ന് വിളിക്കുമ്പോൾ നീരവ് തൻ്റെ 1 വയസ്സുള്ള മോൾ നിവേദിയുമായി ഇറങ്ങി വന്നു. സിദ്ധുവിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ രവി വാങ്ങി. നിലയും ഒരാളെ എടുത്തു. നിവേദിയും നികേതയും കാത്തുവിൻ്റെയും ദേവിയുടെയും കയ്യിൽ തൂങ്ങി. പോകുന്ന വഴി ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇറങ്ങി എല്ലാവരും. സർ. പിറകിൽ നിന്നുള്ള വിളി കേട്ട് സിദ്ധുവും നിലയും തിരിഞ്ഞു നോക്കി. ശരത്ത്, കൂടെ ദീപ്തിയും അവരെ 2 വയസ്സുള്ള കുഞ്ഞും.
ആ എന്താടും സൺഡേ ഷോപ്പിംഗ് ആണോ? അതെ സർ. ഹായ് മോളു. സിദ്ധു ശരതിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ താടിയിൽ പിടിച്ച് വിളിച്ചു. നീള കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി കണ്ണ് ചിമ്മി. എന്നാൽ ശരിയടും, അവരൊക്കെ അകത്തോട്ട് പോയി. നാളിനും കൂടെ അവരുടെ കൂടെയുണ്ട്, അവരെ ചുറ്റിക്കും. ചിരിയോടെ പറഞ്ഞ് സിദ്ധു നിലയുടെ കയ്യിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. എല്ലാവരും ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോൾ അവിടെ എതിരെ വരുന്ന ഐശ്വര്യയെ ശ്യാമിനെ അവർ കണ്ടത്. ദേ നോക്കിയേ, ഐശ്വര്യ ശ്യാമോ. സിദ്ധു പറയുന്നിടത്തേക്ക് തന്നെ എല്ലാവരും നോക്കി. സിദ്ധു നിലയെ നോക്കുമ്പോൾ മക്കളെ ചേർത്ത് പിടിച്ച് തനിക്ക് പിന്നിലേക്ക് ഒതുങ്ങി. അന്നത്തോടു കൂടി തന്നെ വിളിയും പറച്ചിലുമൊക്കെ ശ്യാമും സിദ്ധു തന്നെ അവസാനിപ്പിച്ചതാണ്. അതാണ് നല്ലതെന്ന് ഇരുവർക്കും തോന്നിയിട്ടുണ്ടാകും. സിദ്ധു. ശ്യാം ഓടി വന്നവനും പുണർന്നു. എന്നെ ഉണ്ടടാ വിശേഷം? ആ സുഖടാ. ഐശ്വര്യയുടെ കണ്ണുകൾ നിലയുടെ ഇരു കൈകളിലേക്കും ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് വീണു. പിന്നെ രവിയുടെയും ദേവിയുടെയും കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളിലും. 4 പേർക്കും ഒരുപോലെ സിദ്ധുവിൻ്റെ വെള്ളാരം കണ്ണുകൾ. ഞങ്ങൾ ഇയാളുടെ അമ്മയെ കൊണ്ടുപോകാൻ വന്നതാ. ഐശ്വര്യ നോക്കി ശ്യാമു പറഞ്ഞു. ജീൻസും ഷോർട്സും ഒക്കെ ഇട്ട് തലമുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് മോഡേണായി. ഐശ്വര്യ ബാഗിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് മക്കളുടെ നേരെ നീട്ടി. വേണ്ട, അമ്മ പറഞ്ഞു അരിയാത്തോന്നൊന്നും മേച്ചെന്നെന്ന്. ഐശ്വര്യ നിലയുടെ മുഖത്തേക്ക് നോക്കി. ഭയന്ന് നിൽക്കുന്ന അവളെ കണ്ട് ഐശ്വര്യ പുഞ്ചിരിച്ചു. നിങ്ങളുടെ അമ്മ എൻ്റെ അനിയത്തിയാണല്ലോ, അല്ലേന്ന് ചോദിച്ചു നോക്ക്, അപ്പം മേടിക്കാലോ. ആനോ അമ്മേ? നിള താലയനക്ക്. വാങ്ങിക്കൊള്ളാൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. എന്നാൽ ശരിയടാ, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ശരി ശ്യാം. ഐശ്വര്യ നിലയുടെ കവളിൽ ചെറുതായി തട്ടി. അവളോട് സോറി പറഞ്ഞ് നിറപുഞ്ചിരി നൽകി മുന്നോട്ട് നടന്നു. ശ്യാമിൻ്റെ കയ്യും പിടിച്ച്. പേടിച്ചു പോയോ? നിലയെ ചേർത്ത് പിടിച്ച് സിദ്ധു ചോദിച്ചു. എന്തിനടി പേടിക്കുന്നേ? ഞാനില്ലേ. മതി മതി പോ. നീരവ് സിദ്ധുവിനെയും നിലയെയും നോക്കി കളിയാക്കി പറഞ്ഞു. എല്ലാവരും കാത്തുവിനെ കാണാൻ ചെല്ലുമ്പോൾ ലച്ചുവും അവളുടെ ഹസ്ബൻഡും കൊച്ചും ഉണ്ടായിരുന്നു. അത് കണ്ട് കാത്തുവിൻ്റെ മുഖം ഇരുണ്ട് കയറി. എന്തൊക്കെയാണെങ്കിലും തൻ്റെ കെട്ടിയവനെ കാമുകയല്ലേ. നീരവാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടല്ലല്ലോ അവർ വന്നതെന്ന പോലെ നിഷ്കു പോയി അവളെ നോക്കി. അവൾ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ കൊടുത്ത് കൂർപ്പിച്ച് നോക്കി. ഇന്ത്യയുടെ അടുത്തേക്ക് കുടിക്കാനെടുക്കാൻ പോയി. സന്ധ്യയോടടുത്തായിരുന്നു എല്ലാവരും തിരിച്ചെത്തിയപ്പോൾ. കാത്തു, എന്തിനാണ് നീ ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത്? ഓ, ഞാൻ വീർപ്പിക്കുന്നതാ കുഴപ്പം. ലച്ചു ചേച്ചിയോട് വിളിച്ചുകൊണ്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടല്ലോ. എൻ്റെ പൊന്നടി, അവൾ വന്ന് വിശേഷങ്ങൾ ചോദിച്ചു. അപ്പം മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആ മിണ്ടണ്ട. ആ ശരി, ഇനി മിണ്ടില്ല. ഇവിടെ വന്ന് കിടക്ക്. അല്ലാതെ ലച്ചുവിനെ കാണുമ്പോഴെല്ലാം ഉള്ള തറയിൽ കിടപ്പാണെങ്കിൽ ഏത് പുറത്തെറിയും ഞാൻ. അയ്യടാ, അങ്ങനെ ഞാൻ അറിയാൻ നിന്ന് തരുവല്ലേ. അതും പറഞ്ഞവൾ ബെഡിലേക്ക് കുഞ്ഞിനരികിൽ കയറി കിടന്നു. അവനും അവളെ ചുറ്റി പിടിച്ചിരുന്നു. അവളവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്ന് നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ഈ പെണ്ണ്. കാർത്തി തീർത്തയെ കാണാൻ പതുങ്ങി രാത്രിയിൽ വന്നതും ഇന്ദോമ പോക്കി. 90 ആകാതെ നിന്നെ ഈ പരിസരത്ത് കാണുന്നെന്ന് പറഞ്ഞില്ലടാ. ആ അമ്മേ, ഒരു ഗുഡ് നൈറ്റ് പറയാൻ. ആ ഞാൻ പറഞ്ഞോളാം, മോൻ പോയാട്ടെ. തീർത്ത റൂമിൽ വായും പൊതിച്ചിരിക്കുന്നത് കണ്ട് കാർത്തി വാതിൽ മറിഞ്ഞു നിൽക്കുന്ന അമ്മയുടെ കൈകളിലിടയിലൂടെ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിപ്പോയി. അത് കണ്ട് ഇന്ദുവും തീർത്തയും പരസ്പരം നോക്കി ചിരിച്ചു. മക്കൾ ഉറങ്ങിയോ കുയിലേ? അതെ, 5-6 ദിവസമായി എനിക്ക് വല്ലതും തന്നിട്ട്. ഇന്ന് പറ്റുമോ? എല്ലാം കഴിഞ്ഞോ? അവളവനെ കൂർപ്പിച്ച് നോക്കി. പ്രസവം നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഒരു 2 ജോഡി ഇരട്ടക്കുട്ടികളുടെ അയനെ. അവളുടെ നോട്ടം കണ്ട് അവന് ചിരി വന്നു. നോക്കണ്ട, എന്നെ ഓരോന്നൊക്കെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് പറഞ്ഞവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. പറ്റുമോ ഇന്ന്? അവളുടെ കാതിൽ അവൻ മെല്ലെ ചോദിച്ചു. അവളുടെ കൈകൾ അവനെ മുറുക്കിയപ്പോൾ ഒരു ചിരിയോടെ അവൻ അവളെടുത്ത് ബെഡിലേക്ക് ഇട്ട് അവളിലേക്ക് അമർന്നു. അവനെ വെള്ളാരം കണ്ണുകളിൽ തന്നെ അവൾ നോക്കിക്കിടന്നു പ്രണയത്തോടെ. അവൻ അവളിലേക്ക് താഴ്ന്നുയർന്ന് അവളെ ചുംബിച്ച് അവളിൽ നിന്ന് അകന്നു മാറി അവളെ ചേർത്ത് പിടിച്ചു. ഊമക്കുയിലേ, ഡി ഊമക്കുയിലേ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഊമക്കുയിലേ, ഐ ലവ് യു ഡി. അവളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അല്പം ഉയർന്നു പൊങ്ങി അവൻ്റെ നെറുകയിൽ അവൾ മുത്തി. സ്നേഹപൂർവ്വം സാലിം കരുളായി.